വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു എളുപ്പത്തിലുള്ള മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വീട്ടിലൊക്കെ പെട്ടെന്നൊരു അതിഥിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഒരു കപ്പ് പാലും കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് 5 മിനിറ്റ് പോലും വേണ്ട, അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതായിട്ട് ഞാൻ ഒരു കപ്പ് പാൽ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇങ്ങനെ കുമിച്ചിട്ടാണ് എടുക്കേണ്ടത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. എപ്പോഴും പുഡിങ്ങിനൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരേനേക്കാൾ അധികമായിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതാണ്, അതായത് മിൽക്ക് മെയ്ഡ്. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഇത് ചേർക്കുക. എന്നിട്ട് അടുപ്പത്ത് തീ ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് ചൂടാവുന്ന സമയത്ത് തന്നെ ഇത് കുറുകും. അതിന് നിങ്ങൾക്ക് 2-3 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി കഴിയും. ഇത് കുറുകുന്നവരെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് നല്ല ടൈറ്റായിട്ടൊന്നും വേണ്ട. ഇത് കാണാൻ കുറച്ചൊരു മലായി ഒക്കെ ഇല്ലേ, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ മേലെയൊക്കെ ഒഴിക്കുന്ന മലായിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂണ് വനില എസൻസ് മതി. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ 4 പീസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. വൈറ്റ് ബ്രെഡോ മിൽക്ക് ബ്രെഡോ സാൻഡ്വിച്ച് ബ്രെഡോ ഒക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ കേക്കിൻ്റെ സ്ലൈസസ് ആണെന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. 4 വശം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കണ്ടൻസ് മിൽക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് തേച്ച് കൊടുക്കണം. വൈറ്റ് ബ്രെഡ് ആകുമ്പം അതിൽ മധുരം പിടിക്കാത്ത പോലെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നടുവിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ കുറച്ച് വലിയ പീസായിട്ടോ മുറിച്ചെടുക്കാം. ഞാനിപ്പം ഒരു ബ്രെഡിനെ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ബ്രെഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഗി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല കുതിർന്ന പോലെയുള്ളൊരു ഡെസേർട്ടാണ് നിങ്ങൾക്ക് വേണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ അറേഞ്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒരു ട്രേയിലോ ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് മിൽക്കില്ലേ, അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഇത് പാലിലൊന്ന് കുതിർക്കാനായിട്ട് നിന്നിട്ടില്ല. പാലിൽ കുതിർക്കണം എന്നുള്ളവർക്ക് കുതിർക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോഴല്ലേ ഇത് ശരിക്കും ഭംഗിയാവുള്ളൂ. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നുറുക്കിയ ബദാമും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കുങ്കുമപ്പൂവ് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഡെസേർട്ടാണ്. ഇത് നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ടോ തണുപ്പിച്ചിട്ടോ സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വെറും 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാനായിട്ട് കുറച്ച് നമ്മുടെ കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആ ഒരു പ്രസൻറ്റേഷനൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സ്വീറ്റാണെന്ന് വിചാരിക്കുക. പക്ഷേ ടേസ്റ്റ് വൈസ് ഇത് ഒരു കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.